ഈ പാലത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട്. 2019 ഇതിന് സാങ്ഷൻ കിട്ടിയത്. എന്നിട്ട് പണി തുടങ്ങിയിട്ടും ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പാലത്തിന്. കാരണം ഇത്രയും വലിയൊരു നാഷണൽ. അപ്പോൾ April 7 പിണറായി വിജയൻ ഇത് ഉദ്ഘാടനം ചെയ്തത്. വാട്ടർ റൈസിൻ്റെ മേളിൽ കൂടി അത് പണിയാൻ പോണത്. പിന്നെ അതുമല്ല, ലെങ്ത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും 1 കിലോമീറ്ററിന് മേലുള്ള ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ അതിനും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു എതിർപ്പും സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മറികടന്നാണ് ഈ പാലം പണിതത്. അതും കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് മാത്രം പണിതൊരു പാലം. അത് 2019 പണി തുടങ്ങിയെങ്കിലും 2021 കംപ്ലീറ്റായിട്ട് ബ്ലോക്കായി. പിന്നെയും ഒരുപാട് സാങ്ഷൻസും വെല്ലുവിളികളൊക്കെ നേരിട്ട് അവസാനം 2025 ഒരുവിധം പണി പൂർത്തിയാക്കിയെങ്കിൽ അപ്രോച്ച് റോഡിന് പിന്നെയും പ്രശ്നങ്ങൾ വന്നു. എന്നിട്ട് 2026 ഇപ്പോൾ പണി തീർന്ന് April 7 ഉദ്ഘാടനം കഴിഞ്ഞത്. ഇതപ്പോൾ LDF ഗവൺമെൻറ് ഒരു വൻ വിജയം തന്നെയാണ് ഈ പാലം. അപ്പോൾ പെരുമ്പളം ദ്വീപിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല സൂപ്പർ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ദ്വീപാണ്. വെറും 10 കിലോമീറ്റർ മാത്രം റേഡിയസ് ഉള്ളൂ. ചെറിയൊരു കേരളം പോലെ തന്നെ ഇരിക്കുന്ന ഒരു ദ്വീപ്. അതിൽ നമ്മുടെ ഈ ബ്രിഡ്ജ് വന്നേക്കണമെന്ന് പറഞ്ഞാൽ ഇത് വടുതല സൈഡിലോട്ടാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് പൂത്തോട്ടയാണ്. അപ്പോൾ വടുതലയിലോട്ടാണ് ഇപ്പോൾ കണക്ടിവിറ്റി വന്നേക്കുന്നത്. ഇനി പെരുമ്പളത്തിനെ കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ, പെരുമ്പളം ഇതിനു മുമ്പ് ബോട്ടുകളും സ്വന്തമായിട്ടുള്ള വഞ്ചികളും പിന്നെ ജെട്ടി ജങ്കാർ സർവീസും ഉണ്ടായിരുന്നു. ഉള്ളിൽ ഒരു 10-15 കിലോമീറ്ററോളം റോഡും ഉണ്ട്. അപ്പോൾ ആ റോഡിലോട്ട് കണക്ട് ചെയ്യണ ഈ ജങ്കാർ വഴി വണ്ടികളൊക്കെ ഉള്ളിലോട്ട് കൊണ്ടുപോകും. പെരുമ്പളത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട്. ആലപ്പുഴ ജില്ലയിലാണ് പെരുമ്പളമെങ്കിലും ഏകദേശം നമ്മുടെ എറണാകുളത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ്. ആകെ 600 മീറ്റർ മാത്രമേ ഉള്ളൂ എറണാകുളത്ത് നിന്ന് അകലേന്ന്. അപ്പോൾ ഈ തുരത്തിൽ 12,000 ആണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അത്രയും പോപ്പുലേഷൻ ഉള്ളത് ഒരു PHC മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു ഹോസ്പിറ്റലിനുള്ള സ്കോപ്പ് കൂടിയുണ്ട് പെരുമ്പളത്ത്. അപ്പോൾ മിക്കവാറും ഒരു ഹോസ്പിറ്റൽ വരുവാണെങ്കിൽ റിവർ ഫ്രണ്ടേജ് നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റി പോലത്തെ ഉള്ള ഒരു വലിയ ഹോസ്പിറ്റൽ വരാൻ ചാൻസ് ഉള്ളൊരു ജോഗ്രഫിക്കൽ ഏരിയയും കൂടിയാണ്. കാരണം ഹെൽത്ത് ടൂറിസത്തിന് ഭയങ്കര ഒരു ബൂസ്റ്റ് കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ പറയണത്. വലിയൊരു ഹോസ്പിറ്റലിന് നല്ലൊരു സ്കോപ്പുള്ളൊരു ലാൻഡ്മാർക്കായിട്ട് മാറും പെരുമ്പളം. അതായത് വടുതല പൂത്തോട്ട കണക്ഷൻ കംപ്ലീറ്റ് ഹൈവേയും കൂടി വന്നു കഴിഞ്ഞാൽ പെരുമ്പളത്തിനെ പിന്നെ പിടിച്ചാക്കിയിട്ടുള്ളത്. കാരണം ആ ഒരു കൊച്ചിയുടെ ഔട്ട്സ്കേർട്സിൽ നിന്ന് മാറി എന്നാൽ കൊച്ചിയിൽ നിന്ന് അധികം ദൂരമല്ല. കാരണം ഹൈവേയിലോട് കണക്ടിവിറ്റി ഉണ്ട്. ഹെൽത്ത് ടൂറിസത്തിനൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണത്. പിന്നെ റിസോർട്ട്സിൻ്റെ കാര്യം പറഞ്ഞു, ഹെൽത്ത് ടൂറിസം പറഞ്ഞു, പിന്നെ കയാക്കിങ്, ഹൗസ് ബോട്ടിങ് വേമ്പനാട്ടിലേക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ഏരിയയും കവർ ചെയ്യാൻ പറ്റാവുന്നൊരു ദ്വീപാണിത്. ആ ദ്വീപിലോട്ടൊരു ആക്സസ് ഇല്ല എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതും കംപ്ലീറ്റായി ആക്സസ് കിട്ടി. ഇനിയിപ്പോൾ ടൂറിസം നല്ല ബൂസ്റ്റാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഓൾറെഡി ബോട്ട് സർവീസസ് പൂത്തോട്ട അത് ആക്റ്റീവായിരിക്കും. അത് ഓൾറെഡി ഉണ്ടാവും. കേരള ബോട്ട് സർവീസസിനെയാണ് ഭയങ്കര കുറഞ്ഞ ചിലവിൽ നമുക്ക് ബോട്ട് സർവീസ് യൂസ് ചെയ്യാം. ജങ്കാർ ചിലപ്പോൾ നിന്ന് പോയേക്കാം, പക്ഷെ എന്നാലും ബോട്ട് സർവീസ് ആക്റ്റീവായിരിക്കും. വടുതല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വടുതല പൂത്തോട്ട അപ്പുറത്ത് നടുക്ക് പെരുമ്പളം പിന്നെ വാട്ടർവേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ജോഗ്രഫി പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിലും ഹൗസ് ബോട്ട്സും ടൂറിസവും ആണ് മെയിൻ ഹൈലൈറ്റ്. പിന്നെ എക്കോ ടൂറിസം, ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സൊക്കെ വരുന്ന സ്ഥലമാണിത്. അപ്പോൾ എല്ലാം കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രം മുന്നോട്ട് നീങ്ങാൻ പറ്റുന്ന ഒരു ദ്വീപാണിത്. ഇതുപോലെ തന്നെ ഒരു ദ്വീപാണ് വളന്തകാട് മരടിൻ്റെ അടുത്തുള്ളതാണ്. വളന്തകാട് ഉള്ളിൽ റോഡില്ലെങ്കിൽ സിറ്റിയുടെ ഇത്ര അടുത്തായിട്ട് കണക്ടിവിറ്റി ഇല്ല.
അപ്പോൾ ഇതുപോലത്തെ കുറേ വീഡിയോസ് ഉണ്ട്. വീഡിയോസ് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.